ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാ? എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ വേണ്ടേ? ആടാ ഷിഞ്ചാന, അത് തന്നെടാ ഞാൻ ഇപ്പൊ ഫുള്ളായിട്ട് എല്ലായിടത്തും തപ്പി 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 ഫുള്ളായിട്ട് ഞാൻ എന്തായാലും നോയിക്കൊണ്ട് നിൽക്കണം. എനിക്ക് പക്ഷെ ഒരു ജോലിയും കിട്ടാനായിട്ടില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ ലെസ്റ്റർ അണ്ണനോട് ചോദിച്ചോക്ക്. ലെസ്റ്റർ അണ്ണൻ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഫ്രാങ്ക്ലിൻ ചേട്ടന് ശരിയാക്കി തരും. നമുക്ക് പറ്റണതൊക്കെ ഞങ്ങളും കൂടെ ചെയ്യാം. നീയാ ബെസ്റ്റ്. നീ ചെയ്തതുപോലെ തന്നെ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് തിന്നുക, ഉറങ്ങുക, അങ്ങനെയൊക്കെയാണ്. ബെസ്റ്റ്. ഒന്ന് പോയിട്ട് അവിടെ നിന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടുപിടിച്ച് ചെയ്യാം. നമുക്ക് എന്തായാലും ഇപ്പം പൈസയുടെ വലിയൊരു അത്യാവശ്യം ഉണ്ടല്ലോ. ഇപ്പം ഗ്രാനി കൂടെ വന്നുകൊണ്ട് തന്നെയാണ് ഇഷ്ടംപോലെ ചിലവ് കൂടി. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നാലും ഗ്രാനി പാവോടാ ഏട്ടാ. ഗ്രാനിയുടെ പുട്ടും കടലയും ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? ആടാ ഷിഞ്ചാന, അത് ശരി തന്നെയാണ്. ഐ സീ യു ഫ്രാങ്ക്ലിൻ മോനെ, മോൻ എന്തില്ലെങ്കിലും ഒരു പണിക്ക് പോ. എന്നെ കൂടെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാനും കൂടെ ചെയ്യാം. അയ്യോ എൻ്റെ പൊന്ന് ഗ്രാനി, ഞാൻ ലെസ്റ്ററിനോടെ പറഞ്ഞു വച്ചിരിക്കണം. ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരു ജോലിയാണ് ഞാൻ ചെയ്തു വെച്ചേക്കണം. എനിക്ക് തന്നെ കുറേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാന്ന് പോലെ എനിക്ക് തന്നെ അറിയണം. പിന്നെയാണ് നിങ്ങൾ. ഐ സീ യു ഫ്രാങ്ക്ലിൻ മോനെ. എന്നാലും നിനക്ക് പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും. ഒന്ന് പോ ഗ്രാനി അവിടെ നിന്ന്. അല്ല പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ പോയിട്ട് വാ. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. ക്യാഷ് കിട്ടിയിട്ടാണ് ഈ ഡിഫൻഡർ മാറ്റിയിട്ട് പുതിയൊരു കാർ വാങ്ങിക്കാൻ. ആടാ ഷിഞ്ചാനെ, ഞാൻ കുറേ കാലം കൊണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴും കാർ സ്റ്റീൽ ചെയ്യാനൊന്നും പറ്റത്തൊന്നും തന്നെ അല്ലല്ലോ. ഇപ്പോൾ വലുതായിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വണ്ടികൾ വ്യത്യസ്തമായൊന്നും ഇറങ്ങണില്ല. എല്ലാം സാധാ വണ്ടികളാണ്. സാധാ വണ്ടികൾ അടിച്ചു മാറ്റി വിറ്റെന്ന് പറയാൻ വലിയ കാര്യമായിട്ട് പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഫസ്റ്റ് കുറേ പൈസ ഉണ്ടാക്കാം, എന്നിട്ട് നല്ലൊരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരന്മാരോട് ചോദിച്ചു നോക്കിയോക്ക്, ഒരു പോലീസ് ഓഫീസർ ആവാളോ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന്. ആടാ ഷിഞ്ചാനെ, ഞാൻ എന്തായാലും ഇപ്പോൾ പോയിട്ട് വരാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഗൈസ് ഒരു ജോലി സെറ്റാക്കണം കേട്ടോ. നമുക്ക് എന്നും കാറും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തും തന്നെ ഇല്ല. ഓക്കെ, ഇതുവരെ ഞാൻ കാറൊക്കെ അടിച്ചു മാറ്റിയതെല്ലാം വിറ്റ് പൈസയൊക്കെ ഗൈസ്. ഓക്കെ, അതെല്ലാം ഞാൻ പുട്ടടിച്ച് തിന്ന് ഗൈസ്. ഓക്കെ, കൂടുതൽ പൈസ എന്തായാലും പോയതെന്ന് വെച്ചാൽ നമ്മുടെ ഷിഞ്ചൻ കാരണമാണ്. ഓക്കെ, അവൻ എല്ലാ ദിവസം പുതിയ ഡ്രസ്സ്, കാറ്, ഒന്നും പറയണ്ട ഗൈസ്. ഓക്കെ, എല്ലാ വണ്ടികളും എല്ലാം അവൻ കാരണമാണ് വാങ്ങിച്ചത്. എന്നിട്ട് അതെല്ലാം അവൻ കൊണ്ട് ഇടിച്ച് നശിപ്പിച്ച് പണ്ടാറടാക്കി. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് എന്തായാലും പോകാൻ കഴിയും. എന്നാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് നമുക്ക് ധാരാളം വല്ല ജോലിയോ വല്ലതും ഉണ്ടാകുന്ന എന്തായാലും നോക്കിയാൽ ഒരു സാധാരണ ഒരു ഓഫീസറായിട്ട് മതി. അല്ലാതെ വലിയ ഏതാണ് ടോപ്പിലുള്ള നമ്മുടെ പോലീസൊന്നും ആവണ്ട ഗൈസ്. ഓക്കെ, എനിക്ക് ചെറിയൊരു പോലീസുകാരന്മാരായാൽ മതി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടണ്ട, അതിനായിട്ടാണ്. ഓക്കെ, ഫൈനലി ഗൈസ് എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു സാറിനാണ് നമ്മുടെ ലെസ്റ്റർ കണക്ക് എന്തായാലും നേരത്തെ വിളിച്ചിറങ്ങുക. നമ്മൾ ലെസ്റ്ററാണെങ്കിൽ നമ്മുടെ പോലീസുകാരന്മാരുടെയൊക്കെ വിളിച്ചിറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടാനുള്ള ഏതാണ് ജോലി അങ്ങനെയുള്ള ഉണ്ടാകും. ഓക്കെ, നമുക്ക് എന്തായാലും ആ സാറിനോടെ പോയി ചോദിച്ചു എന്തായാലും നോക്കാം. എന്തെങ്കിലും ഒരു ജോലി വേണം ഗൈസ്. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടി കിടപ്പുണ്ട്. പോലീസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ഏതാണ് ഇത് കിടപ്പുണ്ട്. എൻ്റെ പേരെന്തര്, നമ്മുടെ BMW M3 കിടപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു സാറിനോട് ചോദിച്ചോക്കാം. സാറേ, ഞാനാണ് ഫ്രാങ്ക്ലിൻ. താനല്ലോടെ മറ്റേ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ അയാൾ വിളിച്ചിട്ട് വന്ന ഫ്രാങ്ക്ലിൻ. തനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കായിരുന്നു. തനിക്കപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. തനിക്കൊരു സാധാരണ ഒരു പോലീസുകാരനാവണം അല്ലേ? അതല്ല തൻ്റെ ലക്ഷ്യം. സാറേ, എനിക്കൊരു സാധാരണ പോലീസെങ്കിലും ആവണം. എൻ്റെ കയ്യിലാണെങ്കിൽ വലിയ കാര്യമായിട്ട് പൈസയൊന്നും തന്നെയല്ലോ. ഉള്ള പൈസയെല്ലാം തീർന്ന്. ഞാൻ നിനക്കൊരു ജോലി തരാം. പക്ഷെ അതിന് മുമ്പായിട്ട് നീ കുറച്ച് ടാസ്ക് ചെയ്യണം. ഈ ടാസ്കിൽ നീ ഫുൾ സ്റ്റാർ നേടിയാലേ നിനക്ക് പോലീസിൻ്റെ ജോലി തരത്തുള്ളൂ. മനസ്സിലായില്ല? ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 5 സ്റ്റാർ വരെ കൊടുക്കുന്നുണ്ട്. 5ലും 5 സ്റ്റാർ കിട്ടണ ആൾക്ക് വരെ ഞങ്ങൾ എന്തായാലും ജോലി കൊടുക്കത്തുള്ളൂ പോലീസിൻ്റെ. കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്, നല്ല നിന്നെക്കാളും നല്ല പെർഫോമൻസ് ഉള്ള. പക്ഷെ അവരെല്ലാം തോറ്റിട്ടാണ് പോയത്. അയ്യോ സാറേ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതേപോലെ ഒരിക്കൽ ടെസ്റ്റ് എഴുതി സാധാരണ ഒരു പോലീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടെ നിന്ന്. ടെസ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാൽ സാധാരണ പോലീസൊന്നും ആവാൻ പറ്റില്ല. അതിനേക്കാളും ടോപ്പിലുള്ള പോലീസൊക്കെ ആവാൻ പറ്റും. അതെന്തെങ്കിലുമൊക്കെ എങ്ങനെ ആവട്ടെ. ഞാനിപ്പോൾ എന്ത് ടാസ്ക്കാണ് ചെയ്യേണ്ട? ഇപ്പം നിനക്കാണെങ്കിൽ 3 ടാസ്ക് ഞങ്ങൾ എന്തായാലും തരാണ്. അതിലിപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് നീ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിൻ്റെ കൂടെ വരും. നിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ പറയണ 10 കാറുകളെ നീ ചേസ് ചെയ്യണം. മനസ്സിലായോ? ഇതൊക്കെ സിമ്പിള്. 10 കാറെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പുല്ല് പോലെയാണ്.
സാറാണെങ്കിൽ കുറച്ചുകൂടെ വണ്ടികളും കൂടെ തന്നു. ഞാൻ അതിനെല്ലാം ചേസ് ചെയ്ത് പിടിക്കുക. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവിങ്. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഞാൻ ഇതിനു മുമ്പേ കൊമ്പ ബസ് വരെ ഓടിച്ചിട്ടുണ്ട്. ഒന്ന് പോടാ അവിടെ നിന്ന്. പോലീസ് വണ്ടിയൊക്കെ ഓടിക്കാൻ ഭയങ്കര റിസ്ക്കാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. അതൊന്നുമില്ല സാറേ, നിങ്ങളുടെ വണ്ടിയേക്കാളും പവർഫുൾ വണ്ടി വരെ ഓടിച്ചിട്ടുണ്ട്. താനിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ആ കിടക്കണ ബുള്ളറ്റ് പ്രൂഫ് BMW M3 ഇല്ലേ, അതിലോ നമുക്ക് നല്ല ഓടിച്ചാൽ നല്ല നോക്കാം. തനിക്ക് നല്ല രീതിക്ക് ചേസ് ചെയ്ത് 5 സ്റ്റാർ നേടിയാൽ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സാറേ ഞാൻ ഇതാ വരണേ, നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ സാറ് പറഞ്ഞ വണ്ടികളൊക്കെ ചേസ് ചെയ്യാം. ആടോ ഓക്കെ. ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ആ ഒരു BMW നമുക്ക് ഫൈനൽ എടുത്തേക്കാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പോലീസ് ഓഫീസറുകളൊക്കെ നമ്മുടെ കൂടെ തന്നെ അവിടെ പാസഞ്ചർ സീറ്റ് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞെല്ലാം തനിക്ക് ഓർമ്മയുണ്ടല്ലോ, വണ്ടി ഒരിടത്ത് പോലും തട്ടാനും പാടില്ല. ഞാൻ പറയണ വണ്ടികളെല്ലാം നീ ചേസ് ചെയ്യണം. സാറേ ഞാൻ എല്ലാം സൂപ്പറായിട്ട് ചേസ് ചെയ്യാം. അതിനു മുമ്പേ താൻ കുറച്ച് സ്പീഡ് വണ്ടി കയറ്റേ, എന്നിട്ട് ഞാൻ പറയാം. സാറേ എൻ്റെ പൊന്ന് നൈസ് വണ്ടിയാണ് കേട്ടോ. അല്ല സാറേ, ഇത്ര എക്സ്പെൻസീവായ വണ്ടിയൊക്കെ എന്തിനാ ഇതേപോലത്തെ ടെസ്റ്റിനൊക്കെ എടുക്കണ? അത് പിന്നെ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് ഞങ്ങൾ തരണത്. അപ്പം അതെല്ലാം എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ താൻ തന്നെ ഒറ്റയ്ക്ക് പോയി കള്ളനെ പിടിക്കണ്ടേ? കള്ളനെ പിടിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ചേസ് ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ടെസ്റ്റ് ഇട്ടത്. കള്ളനെ പിടിക്കാനായിട്ട് വലിയ പാഠം തന്നെയല്ല, അതൊക്കെ കുറേ പേര് പാസ്സായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഹാർഡായിട്ടുള്ളൊരു ടാസ്ക് ഇട്ടത്. ഞാൻ ഇപ്പം എന്തായാലും നമ്മുടെ ആ ഒരു ചേസിങ്ങിൻ്റെ ആ ഒരു സംഭവം പറയാനായിട്ട് വേണം. ഫ്രണ്ടിൽ കാണുന്ന റെഡ് വണ്ടിയാണ് ഫസ്റ്റത്തെ വണ്ടി. കഴിഞ്ഞ്. ഇനി പോട്ട്. അതിൻ്റെ ഫ്രണ്ടിലൊരു റെഡ് വണ്ടി ഉണ്ട്, അതിനെയും കൂടെ നീ ഒന്ന് ചേസ് ചെയ്ത് പിടിക്കണം. പിടിച്ച് ഇനി ആരെ പിടിക്കണോ? പോട്ട്. എനിക്ക് മര്യാദയ്ക്ക് കാണണമെന്നും കാണാൻ പറ്റണില്ല. ഏതെങ്കിലും ഒരു വണ്ടി കാണണമെങ്കിൽ നീ അതിൻ്റെ ഫ്രണ്ടിൽ പോയി എന്നെ ചേസ് ചെയ്യണം. സാറേ എൻ്റെ പൊന്നെ, ഇവിടെ ഒന്നും തന്നെ ഒറ്റ വണ്ടി പോലും ഇല്ലല്ലോ. സാറേ നമുക്ക് അപ്പുറത്തെ വഴി കൂടെ എടുക്കാമോ? ഞാൻ പറയണ പോലെ നീ അങ്ങ് ചെയ്താൽ മതി. നിൻ്റെ വണ്ടിയൊന്നല്ലല്ലോ. അയ്യോ സോറി. എൻ്റെ പൊന്നെ, ഇവിടെ ഒരു വണ്ടി പോലും ഇല്ലല്ലോ കേസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 വണ്ടിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൊത്തം എല്ലാം കൂടെ 8 വണ്ടികളും കൂടെ ചേസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഫസ്റ്റത്തെ ഈ സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല സ്പീഡ് കത്തിച്ചു വിടറോ. ഞാൻ നല്ല സ്പീഡിലാണ് പോകണം. ഈ വഴിയിൽ ചെറിയ വളവൊക്കെ ഉണ്ട്. വളവിൽ ആരെങ്കിലും സ്പീഡിൽ പോവോ? ചെറിയ വളവൊക്കെയാണ്. ചെറിയ വളവൊക്കെ ആണെങ്കിൽ വണ്ടി ജസ്റ്റ് സൈഡിൽ കയറിയാൽ മതി, വണ്ടി തലത്തിനെ മറി. തനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമല്ലേ? ഒന്ന് പിടച്ചു വിടറോ. സാറേ ഫുൾ ആക്സിലറേഷനാണ് കൊടുത്തേണ്. ഇതിന് മേലെ ഈ BMW കയറൂല. ശരി തായപ്പോ സ്പീഡിൽ പോ. ഓക്കെ, പോട്ടെ. ഓക്കെ, ഒറ്റ വണ്ടി പോലും ഇല്ലല്ലോടോ. സാറേ അതെന്നല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞ. നമുക്ക് സൈഡ് എടുക്കാം. നമുക്ക് നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോവാം. അവിടെ ആകുമ്പോൾ നല്ല വലിയ വലിയ വഴികളൊക്കെ ഉണ്ട്. ആ വഴികളിൽ കൂടെ താൻ ഓടിക്കണം. സാറേ ഞാൻ പോട്ട്. ഒന്ന് പിടച്ചു വിടറോ. സാറേ ഇതിന് മേലെ ഈ വണ്ടി കയറില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാണ്? BMW പോയി പറ 1000 വരെ സ്പീഡ് വയ്ക്കേ. തനിക്ക് നല്ലോണം വണ്ടി ചേസ് ചെയ്യാറിയല്ലോ. ഇപ്പം 2 മിനിറ്റ് കൊണ്ട് 8 വണ്ടികളെ ചേസ് ചെയ്ത് പിടിച്ചു. ഇനി 2 കൂടെ പിടി. ഞാൻ പറയാം ഏതൊക്കെയാണ് വണ്ടികളെന്ന്. ഇതൊന്നും വേണ്ട, കുറച്ച് നല്ല അകലെ നിൽക്കണ വണ്ടികൾ മതി. സാറേ എന്നെക്കുറിച്ച് സാറിന് അറിഞ്ഞൂടെ? ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരി താന്ന് സ്പീഡ് വിട്. നമ്മളേകദേശം നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് എത്താറേ, പോലീസ് സ്റ്റേഷൻ. വണ്ടി ചേസ് ചെയ്ത് ഇനി ഒറ്റ വണ്ടിയും കൂടെ മാത്രമല്ല. താൻ എന്തോടോ കാണിക്കണേ? താൻ ചേസ് ചെയ്ത് വണ്ടി നശിപ്പിക്കുമോ? സോറി സാറേ, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി ഫുൾ ഡ്രിഫ്റ്റ് കറങ്ങിപ്പോയി. നല്ല സ്പീഡ് വിട്. ഞാൻ അവസാനത്തെ വണ്ടി പറയാനായിട്ട് പോവുകയാണ്. ഞാൻ ഇതാ പറഞ്ഞു കഴിഞ്ഞു. നീല വണ്ടി പിടിച്ച്. യെസ്, താനങ്ങനെ ഫൈനലി ചേസിങ് കോമ്പറ്റീഷനിൽ പാസ്സായി കാണുക. തനിക്ക് എൻ്റെ വക 5 ഔട്ട് ഓഫ് 5 സ്റ്റാർ ഒക്കെ തരുന്നതാണ്. താങ്ക് യു സാറേ. ഫസ്റ്റത്തെ ടാസ്ക് എന്ത് കംപ്ലീറ്റ് ആയിരുന്നല്ലേ. ഈ സാറ് പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ നല്ല സ്പീഡിൽ പോയി ചേസ് ചെയ്ത് പിടിക്കണം, അത്രേ ഉള്ളൂ. ആ വണ്ടിയെ തട്ടാനൊന്നും തന്നെ പാടില്ല. നമ്മൾ പിന്നെ ആ വണ്ടി ഇതുവരെയായിട്ട് തട്ടിയിട്ടില്ല കേട്ടോ. വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡോറ് ചെറുതായിട്ടൊന്ന് തുറന്നതാണ്, അല്ല വേറെ സീനൊന്നുമല്ല. നമ്മൾ പിന്നെ നല്ല സ്പീഡിൽ പോയി വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് കറക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് മറിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ സ്റ്റേഷനിൽ തിരിച്ചെത്തിക്കുകയാണ് കേട്ടോ. സാറേ ഇനി ഒരു ടാസ്ക് കൂടെ ഉണ്ടല്ലോ. 1 അല്ല 2 ടാസ്ക്. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ നിനക്ക് തരും. നീ അവരെല്ലാം ഇടിച്ച് പപ്പടമാക്കണം. ഇതൊക്കെ സിമ്പിള്. ഞാൻ നല്ല സൂപ്പറായിട്ട് സ്റ്റൈലിഷായി അടിക്കും. ഗണ്ണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, സ്വന്തം കൈ വെച്ചാൽ അടിക്കണം. പോലീസുകാരന്മാർക്ക് വലുതായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഗണ്ണിട്ട്. സാറേ ശരി സാർ പോയി കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകാം. വെറും 2 പേരേ ഉള്ളൂ.
ഇതൊക്കെ സിമ്പിൾ. ഞാൻ വേണമെങ്കിൽ 100 വരെ അടിച്ചിടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫൈറ്റിംഗ് ടെസ്റ്റിങ്ങൊക്കെ ഫൈനലി അങ്ങനെ തുടങ്ങിയേക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഞാൻ ആദ്യം വിചാരിച്ച സാധാരണ വല്ല ഗുണ്ടകളെയും വല്ല അടിച്ച് തറയിടാനായിരിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഗൈസ് 2 പവർഫുൾ പോലീസുകാരെയും കണക്കാണ് ഗൈസ് എന്നോട് സാറ് അടിച്ചിടാൻ പറയാം. എവിടോ താൻ സുഖമായിട്ട് അടിച്ചിട്ടോ, താൻ എത്രത്തോളം അടിച്ച് അമ്മമാരെ ബോധം കളയണോ അത്രത്തോളം തനിക്ക് സ്റ്റാറും കിട്ടും. അതേപോലെ തന്നെ തനിക്ക് ഒരു അടിപൊളി പോലീസ് ഓഫീസർ ആവാനായിട്ടുള്ള ഒരു ഇതും കിട്ടും. ആ സാറേ, അടിക്കണേന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലടോ, താൻ ധൈര്യമായിട്ട് അടിച്ചോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഏതായാലും ഇവരെന്തായാലും നമ്മളെന്തായാലും തിരിച്ചടിക്കുന്നതാണ്. പക്ഷേ ഇവരെന്തായാലും ഗണ്ണ് യൂസ് ചെയ്തില്ല, ഇവർ ചുമ്മാ ഗണ്ണ് വെച്ചിരിക്കുകയെന്നുള്ള. അഥവാ ഈ പോലീസുകാരെ വരെ ഞാൻ അടിച്ച് കൊല്ലാൻ വല്ല ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം വെടിവെച്ച് കൊല്ലാനെന്നാണ്. നമ്മളിവരെ കൊല്ലാൻ പാടില്ല, അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ച് ബോധം കെടുത്തിയാൽ മതിയെന്നാണ് ഇവർ പറഞ്ഞത് വെച്ചാൽ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പോൾ അടി തുടങ്ങി. ഇത് എന്ത് പോലീസാണല്ലേ, തിരിച്ചെന്നൊന്നും ചെയ്യണില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവനെ അടിച്ച് പരത്താം ഗൈസ്. ഓക്കെ, എന്ത് പോലീസാണല്ലേ. എടോ, താൻ എന്നെ എത്ര ആണെങ്കിലും അടിച്ചോ, എനിക്കൊന്നും പറ്റാൻ പോണില്ല. ശരിയാ, അത്രയ്ക്ക് എന്നാ പിടിച്ചോ. ഞാൻ ഇപ്പോൾ അടിച്ച് തറയിലിടാൻ പോണേ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇവരെ എന്തായാലും ഇടിച്ച് സൂപ്പാക്കാം ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ പോലെ ഇവരെന്തായാലും കല്ല് വെച്ചാൽ ബിൽഡ് ചെയ്തേക്കണ. എനിക്കറിയണം, ഒരുത്തം പോലെ അടിച്ച് തറയിൽ വീഴണല്ലോ. ഓക്കെ, നമുക്കെന്തായാലും ഇവരെങ്ങനെയും അടിച്ചടിച്ച് ബോധം കെടുത്താം. ഓക്കെ, അതെ സാറ് പറഞ്ഞ പോലെ ഞാൻ 2 പോലീസുകാരെ അടിച്ച് അവന്മാരെ കൈ അടിച്ച് പൊട്ടിച്ച് തവിടുപൊടിയായി അവന്മാരെ. കൺഗ്രാജുലേഷൻസ്, താൻ 2 പേരെ അടിച്ചിട്ട്. ഇനി ഏറ്റവും അവസാനത്തെ ടാസ്ക്കാണ്. ഈ വീഡിയോ ഇതുവരെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ആ വീഡിയോസിലൊക്കെ എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ എല്ലാവരും എന്തായാലും കൂട്ടുകാരോടെ ഷെയർ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ടാസ്കുകളൊക്കെ എന്തായാലും കറക്റ്റായിട്ട് തന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ഇതിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് എടുത്ത് കൂട്ടുകാർത്തൊക്കെ ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, എന്നാലേ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ടാസ്കുകളൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിക്കാണ്. നമുക്ക് എന്തായാലും ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു പോലീസ് ഓഫീസറിൻ്റെ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഗൺസ് കിട്ടി. നമ്മുടെ കയ്യിൽ ആകപ്പാടം ഉണ്ടായിരുന്ന ഈ പിസ്റ്റലായിരുന്നു നമ്മുടെ കയ്യിലാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ പവർഫുള്ളായിട്ടുള്ള വെപ്പൺസുകളൊക്കെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ മോനെ വേറെ ലെവലാണ്. അത് മാത്രമല്ല, ഈ കിടക്കുന്ന 2 വണ്ടിയും കൂടെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ BMW M3, അതേപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോ എന്നൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. നമ്മൾ നേരത്തെ ഓടിച്ച അവിടെ കിടപ്പുണ്ട്. ഇത് നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഒരു അടിപൊളി ഒരു പോലീസ് ഓഫീസറായിട്ട് അവർ തരുന്ന ഒരു ഗിഫ്റ്റാണ്. എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്കെന്തായാലും നല്ല രീതിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.